ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള കുടിലിടം എന്നുള്ള പാഡി ഫീൽഡാണ്. നല്ല കൊല്ലങ്കോട്, പാലക്കാട് കൊല്ലങ്കോടിൻ്റെ മനോഹരമായിട്ടുള്ള പാഡി ഫീൽഡ്. അവിടെ നിന്ന് കാണാവുന്ന ദൂരത്ത് ജസ്റ്റ് ഇപ്പോൾ റോഡാണ് ഈ കാണുന്നത്. 58 സ്റ്റേറ്റ് ഹൈവേ 58 ആണ് കാണുന്നത്. പൊള്ളാച്ചിയും അതുപോലെ തന്നെ ഗോവിന്ദാപുരമൊക്കെ പോകാൻ പറ്റുന്ന റോഡ്. ആ കാണുന്ന നമ്മുടെ കാറ് നിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്, ഹൈവേയുടെ സൈഡിൽ തന്നെ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ റോഡ് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഫിൻമാർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാൽ അൽവത്തുണ്ട് പോലെ സ്ക്വയറിലുള്ളൊരു പ്ലോട്ട്, അതല്ലാതെ ബാക്ക് സൈഡിലൊരു 15 സെൻറ്റ് സ്ഥലം എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ആ ഒരു പില്ലർ, ലാസ്റ്റ് കാണുന്ന ആ പില്ലർ തൊട്ടിട്ട് കാണാം അപ്പുറത്തെ അതിൻ്റെ മതിലിൻ്റെ ബൗണ്ടറി. അവിടെ തൊട്ട് ഇപ്പോൾ ഈ കാണിച്ച ഈ ബൗണ്ടറി ഈ ലാസ്റ്റ് വരയ്ക്കുമാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഏകദേശം 100 ഫീറ്റ് എന്ന് വെച്ചാൽ 30.48 മീറ്റർ വീതിയുണ്ട് ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ 125 ഫീറ്റ് മറ്റായിട്ട് ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ വാടകയ്ക്ക് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പില്ലർ വരയ്ക്കുള്ള ഈ ഒരു ബിൽഡിംഗ് ഇത് കെട്ടിയിട്ടുണ്ടല്ലോ, മതിൽ കെട്ടിയിട്ടുണ്ടല്ലോ. ഇത് വരയ്ക്കും വാടകയ്ക്ക് ആൾറെഡി കൊടുത്തിട്ട് 5 മാസത്തോളമായി. അതിന് പണി നടന്നു തുടങ്ങി. 11 മാസത്തേക്കാണ് എഗ്രിമെൻറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ 5 മാസം വരയ്ക്കുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. മാസം 25,000 റുപ്യാണ് വാടകയ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നുണ്ട്. ബാക്കിൽ കണ്ടില്ല ഫിൻമാർട്ട് തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ആരോഗ്യ കേന്ദ്രം, ചെറിയ ജനസേവന കേന്ദ്രമാണ് ഈ കാണുന്നത്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇത് ഫോം 6 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിലൊരു പഴയ വീടുണ്ട്. ആ വീടും കൂടി കണക്ട് ചെയ്തിട്ടാണ് അവർ ഹോട്ടൽ അവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, നല്ല വൈബായിട്ടുള്ള സ്ഥലത്ത് തന്നെ അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ, അതുപോലെ തന്നെ ശരിക്കും ഇപ്പോൾ ഹോട്ടലിനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങണം, അങ്ങനെ റോഡ് സൈഡിൽ കണക്ട് ചെയ്ത് കിട്ടണം, ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്ത് തന്നെ ചെയ്യണം എന്നൊക്കെ പറ്റുന്ന പറയുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനോട് ചേർന്ന് നമുക്കൊരു 15 സെൻറ്റ് സ്ഥലം, അതും പറമ്പ് തന്നെയാണ്. ഏകദേശം ഫോം 6 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു തന്നെയാണ്. അതിലിഷ്ടം പോലെ മാവുകളും, ഏകദേശം ബംഗനാപ്പള്ളി എന്ന് പറഞ്ഞ മാവ് ഒരു 15ഉം മൂവാണ്ടം 15ഉം അതുപോലെ തന്നെ തെങ്ങ് ഒരു 15, അങ്ങനെ ഒരു 10-30 മാവും 15 തെങ്ങുമായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ. സോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഏരിയ വരുന്നത്. നമുക്ക് അവർ പറയുന്നത് ആ 27.45 സെൻറ്റാണ് നമുക്ക് ഫ്രണ്ടിൽ ആ സ്ക്വയർ പ്ലോട്ടായിട്ട് കിടക്കുന്നത്. അതിനവർ പറയുന്ന പ്രൈസ് വന്നിട്ട് 8.5 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അതുപോലെ ബാക്കിലുള്ള 15 സെൻറ്റ് സ്ഥലമാണ് ആ കാണുന്നത്. അതും അവർ പറയുന്നത് 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിളാണ്. രണ്ടും ഫോം 6 കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഒരു കിണറുണ്ട്, അറ്റ വേനലിലും വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് വരയ്ക്ക് നമ്മൾ എത്തി. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് ആ ഒരു ഹോട്ടൽ നടത്താനുള്ള പർപ്പസിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു വാഷ്റൂം, അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കൈയൊക്കെ വാഷ് ചെയ്യാൻ ഭാഗത്തിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും വർക്ക് തുടങ്ങിയിട്ടില്ല. അവിടെ ബാക്കിൽ നമുക്ക് ഫിൻമാർട്ട് കാണാം, കണ്ടല്ലേ? ആണ് ഫിൻമാർട്ടിൻ്റെ അവിടെ ഏരിയ കാണുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിപ്പോൾ സ്ക്വയറിലുള്ള പ്ലോട്ട് പറയുമ്പോൾ 27 സെൻറ്റ് സ്ഥലം, 27 സെൻറ്റ് സ്ഥലം എന്ന് പറയാം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇവിടെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് ഇതൊരു വീടാണ് കേട്ടോ. ഈ ഒരു ഷെഡ് ഇപ്പോൾ നമുക്ക് ബാക്കിൽ കാണുന്നത്. ഫ്രണ്ടിൽ കുറച്ച് സ്ഥലങ്ങളാണ് എക്സ്റ്റൻഷൻ അവർ എടുത്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഈ പിക്ചറിൻ്റെ നേരെ ഡയറക്റ്റ് ആ കാണാനാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി നേരെ നമുക്ക് ഡയറക്റ്റ് വ്യൂ കാണുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ കണ്ടത് നല്ല ടൈൽസൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്കിലുള്ള 15 സെൻറ്റ് സ്ഥലം. തെങ്ങും മാവും ഒക്കെ എല്ലാം കായ്ക്കുന്നതാണ് കേട്ടോ. ചെറുതാണ് കൊണ്ട് നോക്കണ്ട, എല്ലാം നല്ല കായ്ക്കുന്നതാണ്. അത് നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ എൻഡ് ആകുമ്പോൾ നമുക്കെല്ലാം വിശദമായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഫിൻമാർട്ടിൻ്റെ ആ ഭാഗത്ത് കയറിയിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിൻമാർട്ട്. ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ടിലെ ഏറ്റവും വലിയൊരു തന്നെയായിരുന്നു സൂപ്പർ മാർക്കറ്റ് ശൃംഖല എന്ന് പറഞ്ഞാൽ. അത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിനടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്.
ഇവിടെ കണ്ടില്ല, ഇവിടെ ഫുള്ളായിട്ട് ടൈൽസ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ശരിക്കും ആ ഹോട്ടൽ നടക്കുന്നവർക്ക് ഇവിടെ അംബ്രല്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സിറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഗസ്റ്റിന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. ഒരു സ്റ്റേജും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, നല്ല വൈബായിട്ടിരിക്കും. ഇവിടെ ആൾറെഡി ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് നമുക്ക് നോക്കാം, ആ ഭാഗത്തേക്കും കൂടി പോയിട്ട് പാടി ഫീൽഡിൻ്റെ ആ ഭാഗത്ത് പോയിക്കാൻ അറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ വണ്ടി കൊണ്ട് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് കൊല്ലങ്കോട്. സീതാർകുണ്ടൊക്കെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിലാണ് സീതാർകുണ്ട് ഉള്ളത്. ഇവിടെയൊക്കെ നമുക്ക് പല എല്ലാ ഇതിനുള്ള സെറ്റിങ്സും അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അവരുടെ ഒരു വീടും അതിനോട് ചേർന്ന് ഇവർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, ഹൈവേൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഈ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നല്ല വയലുമാണ്, നല്ല സൂപ്പർ വ്യൂ ആയിട്ടുള്ള വയലാണ്. ഇതാണിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ അവരൊരു അടിയിൽ ട്രക്കും മേലെ സിറ്റിംഗ് അറേഞ്ച് ആയിട്ടുള്ളൊരു ഇതും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നുണ്ട്. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് ഇപ്പോൾ ഇവർ വാടക മേടിക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടിലെ ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഹോട്ടൽ എടുക്കാൻ പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് കയറുമ്പോൾ തന്നെ ഒരു സ്പേസ് കണ്ടില്ല, ഒരു ഹാളിൻ്റെ സ്പേസാണിത്. ആ വീടിൻ്റെ ഹാളിൻ്റെ സ്പേസാണ്. പിന്നെ മേലെല്ലാം ഷീറ്റ് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെ വയറിങ്ങും പുതിയതാണ് കേട്ടോ. പഴയ വീടാണെങ്കിലും പുതിയ വയറിംഗ് ആണ്. ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ അത് ഇവർക്ക് ഇരിക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് വെളിയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ശരിക്കും എൻട്രി ഇവിടെ നിന്നാണ്. ഇതാണ് മെയിൻ ഡോറുള്ളത്. ഒരു ഫ്രണ്ടിൽ നിന്ന് ആക്കിയെന്നുള്ളൂ. ഇവിടെ കണ്ടില്ല, ഒരു റൂം, നീളത്തിലൊരു റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴിക്ക് വേണമെങ്കിൽ ഗസ്റ്റിന് ഈ വഴിക്ക് എൻ്റർ ചെയ്തിട്ട് ബാക്കിലുള്ള ടൈൽസ് ഇട്ട ഭാഗങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഈ ഒരു പോർഷൻ പല റൂമുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണായിട്ട് എവിടെ വെക്കുന്നോ അതിന് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ഇതേതാണ് അവർ മൊത്തം ഇരിക്കാനുള്ള സൗകര്യത്തിന് ശേഷം ബാലൻസ് എത്രയാണോ കിച്ചണിൻ്റെ പോർഷൻ വെക്കുക എന്നറിയില്ല. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം വേറെയുണ്ട്, അത് ഇന്ത്യൻ സ്റ്റൈലിൽ കൊടുത്തത്. അപ്പോൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് നടത്താൻ പറ്റുന്ന ടൂറിസ്റ്റ് പ്ലേസ് നടത്താൻ പറ്റുന്ന നല്ലൊരു ഹോട്ടൽ കണ്ടത്. നല്ല വൈബായിട്ടുള്ള സ്ഥലം ഇവിടെ ബാക്കിലുണ്ട്, അടിപൊളിയായിട്ട്. ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്, പാഡി ഫീൽഡ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് തന്നെ. സോ ഇവിടുന്ന് നമുക്ക് ഇത് നമ്മൾ ആ വന്ന വഴി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി നമുക്ക് ഇറങ്ങി പോകാം. ഇനി നമുക്ക് നേരെ നമ്മളിപ്പോൾ 27 സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ കണ്ടു. ഇനി നമുക്ക് 15 സെൻറ്റ് സ്ഥലം, ആ ഒരു തെങ്ങും മാവൊക്കെ ഉള്ള ആ സ്ഥലം കൂടി ഒന്ന് കാണാം. ഇതാണ് ബാക്ക് സൈഡിലുള്ള 15 സെൻറ്റ് സ്ഥലം വരുന്നത്. ഇഷ്ടംപോലെ മാവുണ്ട്. ഏകദേശം 30ഓളം മാവുകളും 15ഓളം തെങ്ങുകളാണ് ഇതിനകത്തുള്ളത്. ഏകദേശം എല്ലാം പൂവിട്ടതും കാഴ്ചയാണ്, വാഴക്കുള്ളെല്ലാം കാഴ്ച നിൽക്കുന്നുണ്ട്. നല്ല മണ്ണാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ കെട്ടി ഈ ഒരു ഭാഗത്ത് നല്ലൊരു വീട് കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയ നല്ലൊരു ഏരിയയാണ്. സൈഡിലൂടെയാണ് അവർ തെങ്ങും മാവുകളും വെച്ചിരുന്നത്. കുറച്ച് മാവുകൾ സെൻറ്ററിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടല്ലോ, മാവൊക്കെ മാങ്ങയെല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ബംഗനാപ്പള്ളി എന്ന് പറഞ്ഞ മാവാണ്, മാങ്ങയാണ് കേട്ടോ അത്, ബംഗനാപ്പള്ളി. അതുപോലെ മൂവാണ്ടൻ മാവും തെങ്ങും സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഈ തെങ്ങാണ്ട് സൈഡിലാണ് തെങ്ങൊക്കെ ഫുള്ള് കായ്ച്ച് കുലച്ച് നിൽക്കണോ. 8 വർഷമായിട്ടുള്ള തെങ്ങാണിത്. നാടൻ തെങ്ങെന്നാണ് പറഞ്ഞത്. 8 വർഷമായിട്ടുള്ള തെങ്ങാണ്. തേങ്ങയൊക്കെ ഇതാ കംപ്ലീറ്റ് കായ്ച്ച് നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കനാൽ പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ കനാലാണ്. അപ്പോൾ അതിലൂടെയും വെള്ളം വരും. നമുക്ക് ഇവിടുന്ന് കൂടുതലായിട്ടുള്ള വെള്ളം സ്ഥലത്ത് നിന്ന് ആ വഴിക്ക് ഒഴുകി പോവുകയും ചെയ്യും. നല്ല ഇവിടെയൊക്കെ മാങ്ങയെല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന കനാൽ കാണുന്നത്, ചെറിയൊരു ചാലുഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത്. ഈ സൈഡിലൂടെ വരും. ലാസ്റ്റ് ഭാഗത്ത് കമ്പിവേലി കെട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുവരയ്ക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ ഫ്രണ്ടിലുള്ള പോർഷന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 8.5 ലക്ഷം രൂപ പെർ സെൻറ്റ് 8.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് 7 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് പെർ സെൻറ്റിന്, അതും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇത്രയും മാവുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഒരു പോർഷനിലൂടെ കമ്പിവേലി നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിനോട് ചേർന്ന് ഈ ഭാഗത്ത് വരുന്നത്
ഇവിടെ നമുക്കൊരു ഇതാണല്ലോ കമ്പി വേലി ആണല്ലേ, ഇങ്ങനൊരു കമ്പി വേലി ഉള്ളത്. അതിൻ്റെ അപ്പുറത്തെ പോർഷൻ ഇപ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ടിൽ ഏകദേശം 100 അടി ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ആ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി കിടക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഇതിനെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആ ഒരു പ്രോപ്പർട്ടി വേണം എന്നുള്ളവർ മൊത്തത്തിലെടുക്കുന്നവർക്കാണ് ഈ പ്രൈസ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല എനിക്ക് ഫ്രണ്ടിലെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു 3 മീറ്റർ 4 മീറ്ററോ മറ്റേ വഴിയൊന്ന് വിടും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. കോമ്പൗണ്ടിൻ്റെ ആ ഒരു ജനസേവന കേന്ദ്രം വെച്ചിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 3-4 മീറ്റർ വിട്ടിട്ട് ആ വഴി ഏകദേശം ഒരു 3.5 സെൻറ്റോളം അങ്ങനെയാണെങ്കിൽ പോകും. അങ്ങനെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 24 സെൻറ്റോളം സ്ഥലം വരും. അങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. പക്ഷേ അവരിപ്പോൾ കൊടുക്കുന്നത് മെയിനായിട്ട് ഫുള്ളായിട്ട് ഒരു പാർട്ടിക്ക് തന്നെ അത് ഫുള്ളായിട്ട് കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രൈസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലുള്ള ടോട്ടൽ കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ എല്ലാം തെങ്ങ്, മാവ് എല്ലാം ഈ ഒരു പോർഷൻ, ഈ 15 സെൻറ്റ് സ്ഥലം ബാക്ക് സൈഡിലുള്ളതിൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് നമുക്കിവിടെ നല്ലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിണറുണ്ട്, വെള്ളത്തിനൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും വേണമെങ്കിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് റെൻറ്റ് കിട്ടുന്ന 25,000 റുപ്യ ഉള്ളൂ ഇതിനകത്ത്. അത് 5 മാസം ആൾറെഡി അവർ കൊടുത്തു. 11 മാസം വരയ്ക്കാണ് അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത്. താല്പര്യമുള്ളത് നമുക്ക് തന്നെ സ്വന്തം ആൾക്കാർക്ക് തന്നെ എടുത്ത് നടത്തണം എന്നുള്ളവർക്ക് അവർക്ക് എടുത്ത് നടത്താം പ്രോപ്പർട്ടി. ഇപ്പോൾ പക്ഷേ അവിടെ അതിനുള്ള വർക്ക് അവർ ചെയ്തിട്ട് ഒരു പാർട്ടി എടുത്തിരിക്കുകയാണ്. അവരാണിപ്പോൾ അത് ചെയ്യുന്നത്. അതിൻ്റെ വാടകയാണ് 25,000 റുപ്യ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ബസ് പോകുന്നുള്ളത്. ബസ് റൂട്ടാണ് പളനിക്കും തൃശ്ശൂർക്കൊക്കെ പോകാനുള്ള കറക്റ്റായിട്ടുള്ളത്. ഇവിടെ നിന്ന് കൊല്ലംകോട്ടേക്ക് ആകെ നമുക്ക് വരുന്നത് 1 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് പൊള്ളാച്ചിക്ക് പറയുമ്പോൾ ഒരു 34 കിലോമീറ്ററോളം വരും. അതുപോലെ പാലക്കാട് KSRTC സ്റ്റാൻഡിലേക്ക് നോക്കുമ്പോൾ ഒരു 24 കിലോമീറ്റർ വരും. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോൾ ഒരു 27 കിലോമീറ്റർ വരും. അതുപോലെ ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 19 കിലോമീറ്റർ അത്രയൊക്കെ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. കൊല്ലംകോട് നമുക്കിവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ 1.5 കിലോമീറ്ററിന് ചുറ്റളവിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ആ കാണുന്നതാണ്, ഇതാണ് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഫുള്ള് ടൂറിസ്റ്റൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു പാഡി ഫീൽഡാണ്. നമുക്ക് അതാണ്ടോ ആൾക്കാരെല്ലാം ഫുള്ളായിട്ട് അങ്ങോട്ടേക്കാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ എല്ലാം ഇപ്പോൾ ഇതൊരു ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ആൾറെഡി കൊല്ലംകോട് നല്ല രീതിയിൽ ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിനകത്തൊരു പാഡി ഫീൽഡിൻ്റെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു ഇതിൻ്റെ അടുത്ത് തന്നെ ഇതാണല്ലേ ഈ കൊടുത്തിരിക്കുന്നതാണ് കുടിലിടം. ഇവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നേരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയും വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. കണ്ടില്ല, ഇഷ്ടം പോലെ ടൂറിസ്റ്റാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ പാഡി ഫീൽഡ് മനോഹരമായിട്ട് നിൽക്കുന്ന. ഇവിടെ നമുക്ക് നോക്കുന്ന ദൂരത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമ്മളത് വിറ്റ് തരുന്നുണ്ടാവും, ആഡ് ചെയ്ത് വിറ്റ് തരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു.